ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോളിഡ്. സോ ഇന്ന് 10ാമത്തെ ദിവസത്തെ എക്സാമാണ്. ഓക്കെ, ടോപ്പിക്കുകൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നതാണ്. ആ ടോപ്പിക്കിൽ ഏതൊക്കെ വരുന്നത്? 6ാം ക്ലാസ് സയൻസിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൽ ജി എസ് 40 മുതൽ 60 വരെ ക്വസ്റ്റ്യൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2021 മെയിൻ എക്സാമിൻ്റെ പദകോശവും ഗ്ലോസറിയും SCERT-യിൽ നിന്ന് എടുക്കുന്നതാണ്. മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ടോപ്പിക്കിൽ വരുന്നതാണ്. അതേപോലെ ആനുകാലികം ഒക്ടോബർ 25 മുതൽ 31 വരെയുള്ള കറണ്ട് അഫെയർ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമാണ്. 28 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. എല്ലാത്തിൻ്റെയും ആൻസർ ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യും, മാർക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കട്ടോ. നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കുക. മാക്സിമം പോയാൽ 1-2 നെഗറ്റീവ്. കാരണം 1-2 നെഗറ്റീവ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്കറിയാം അത് വലിയ എക്സാം ആകുമ്പോൾ 100 മാർക്കിൻ്റെ എക്സാമിലേക്കൊക്കെ പോകുമ്പോൾ എത്രയാവും, കുറേ നെഗറ്റീവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വളരെ താഴെ മാർക്ക് വളരെ കുറയും. റാങ്ക് ലിസ്റ്റിൽ താഴോട്ട് പോകും. അത് വലിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നെഗറ്റീവ് കുറക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് മാർക്ക് നിങ്ങൾക്കറിയാമല്ലോ. നെഗറ്റീവ് കുറച്ചിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ആ കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പ്രോഗ്രസ് എത്രത്തോളം നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുള്ളത്. ഓരോ ദിവസം കഴിയുന്നോറും പ്രോഗ്രസ് എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പുതിയ ജോയിൻ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒന്നെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിൽ ഡേ 10 വരെ ഉള്ളത് നിങ്ങൾക്ക് കിട്ടും. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നത് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. 2 കോശത്തിന് ആവരണം ചെയ്തിരിക്കുന്നതാണ്. 3 ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ. 4 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? 5 തെറ്റായിട്ടുള്ള ജോഡി ഏത്? 6 ശരിയായ ക്രമം ഏത്? 7 താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിച്ചിട്ട് ശരിയായ പ്രസ്താവന ഏത്? 7 ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്ത രൂപം. 9 ആദ്യകാലത്ത് മിൻഡേ നെറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപം. 10 ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണരൂപം. 11 COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി. 12 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം. 13 ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? 14 ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര വിള ഏത്? 15 സൈരന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? 16 ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 17 COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? 18 ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? 19 ഇംഗ്ലീഷാണ്. ദ ട്രാവലേഴ്സ് വർ ഡാഷ് ഫ്രം ഹങ്ങർ. 20 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. 21 ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. 22 2023 37ാമത് ദേശീയ ഗെയിംസ് വേദി. 23 ഫിഫ ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. 24 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 25 54ാമത് ടൈഗർ റിസർവ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. 26 ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി വേദി. 27 എ വെരി ലാർജ് റോക്ക്. 28 ചാരു എന്ന അതേ അർത്ഥം വരുന്ന വേർഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ കറണ്ട് അഫെയറിലല്ല 2021 LGS കറണ്ട് അഫെയറിലെ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നോർമലി നമുക്കൊരു 30-35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളതാണ്.
കറണ്ട് അഫെയർ 2021 നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ട, ഇനിയിപ്പോൾ എക്സാം ഒക്കെ നടക്കുമ്പോഴേക്ക് 2024 ആവുമല്ലോ. സോ ഇതിൻ്റെ ആൻസർ നോക്കുവാണ്. ഇനി നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തതിൽ എത്ര നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം, മാർക്ക് നോക്കണം. അപ്പോൾ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം ഏതാണ്? ഫംഗസ് ആണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മറ്റുള്ള ജീവികളൊക്കെ എന്താണ്, അമീബ ആണെങ്കിലും യുഗ്ലീൻ ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. അത് ഞാൻ മുന്നേ ക്ലാസ് എടുക്കുമ്പോൾ SCRT ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ബാപ്പു എന്ന് ഓർത്തോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? ബാക്ടീരിയ, അമീബ, പാരമീസിയം, യുഗ്ലീൻ. ഇതെന്താണ്? ഈ 4 ഏകകോശ ജീവികളാണ്, ഓർത്തോക്കണേ. പിന്നെ കോശത്തെ ആവരണം ചെയ്തിരിക്കുന്നതാണ് കോശസ്തരം. കോശത്തെ ആവരണം ചെയ്തിരിക്കുന്നതാണ് കോശസ്തരം. അടുത്ത മൂന്നാമത്തേൽ ഏതൊക്കെയാണ് ഇതിലെ ശരി എന്നാണ്. ഒന്നാമത്തെ നോക്കാം. കോശഭിത്തി സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്, ശരിയാണ്. ലൈസോസം ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്, ശരിയാണ്. ഹരിതകം സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നു, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ 1, 2, 3 ശരിയാണ്. 4 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതെന്നുള്ളതാണ്. അന്ത്യോദയ അന്ന യോജനയാണ് അതിൻ്റെ ആൻസർ. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ LGSൻ്റെ പേപ്പർ ഓൾറെഡി ചെയ്തതാണ് നമ്മൾ ചാനലിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി കൊടുത്താണ്. അതുകൊണ്ട് ആ അഡീഷണൽ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം നമുക്ക് കൂടുതലായി പോകും. അടുത്ത തെറ്റായിട്ടുള്ള ജോഡി ഏത്? 5ാമത്തെ. അതിൽ തെറ്റായിട്ടുള്ള ജോഡി A ആണ്, തിരയും ചുഴിയും എന്നുള്ളതാണ്, സച്ചിദാനന്ദനല്ല. ശരിയായ ക്രമം 6ാമത്തേൽ. ശരിയായ ക്രമം വരുന്നത് ഓപ്ഷൻ C ആണ്. അതായത് 1024 KB ചേർന്നാൽ ഒരു MB ആവും, 1024 MB ചേർന്നാൽ ഒരു GB ആവും, 1024 GB ചേർന്നാൽ ഒരു TB ആയിട്ട് മാറും. 7ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരുന്ന പട്ടിക പരിശോധിച്ചിട്ട് ശരിയായ പ്രസ്താവന എഴുതാനാണ്. ഇതിൽ എന്താണ്, കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കുന്നുള്ളതാണ് ശരി. കാരണം കുടിവെള്ളത്തിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന pH എത്രയാണ്? 8. അപ്പോൾ pH നമുക്കറിയാം. 7ൽ കൂടുതലാണ് pH എങ്കിൽ അത് ആൽക്കലി സ്വഭാവമാണ്. 7ൽ കുറവുള്ളത് എന്താണ്? അസിഡിക് സ്വഭാവമാണ്, ചാര സ്വഭാവമാണ്. അല്ല, എന്താണ്, ആസിഡ് സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 8 ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്ന് പറയുന്നത്, ഭരതനാട്യം. ആദ്യകാലത്ത് മിൻഡേ നെറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപം ഏതാ? അത് വോളിബോളാണ്, മിൻഡേ നെറ്റ. 10ാമത്തേത് ആഗോള താപത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണരൂപം. ഓക്കെ, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓപ്ഷൻ B ആണ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 11 COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെൽ 2.0. ഫസ്റ്റ് ബെൽ 2.0. മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ, പല്ലിൻ്റെ ഇനാമൽ. ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രോട്ടീനിൻ്റെ കുറവാണ്. അത് ക്യാഷ് നോക്കട്ടോ, ക്യാഷ് ഇല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവില്ല, പ്രോട്ടീൻ ഇല്ലെങ്കിൽ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി, ക്യാഷും ക്വാഷിയോർക്കറും. അടുത്ത ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏതാണെന്നാണ് ചോദിക്കുന്നത്? നെല്ലാണ്. നെല്ലിൻ്റെ സങ്കര ഇനമാണ് പവിത്ര. 15 സൈരന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം, നാഷണൽ പാർക്ക് ഏതാണെന്നാണ്? സൈലന്റ് വാലിയാണ് ആൻസർ. ഓക്കെ, സൈരന്ത്രി വനം, ആ സൈലന്റ് വാലി, ആ രണ്ടും ഒരേ ടോണല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 16 ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇത് SCRTയിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. 6ാം ക്ലാസ്സിൽ തന്നെ ചാപ്റ്ററിൽ വരുന്നതാണ്. കറക്റ്റ് ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചാപ്റ്റർ വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ LGSന് ഇത് ചോദിച്ചു. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ചോദിക്കുന്നത് 1ാമത്തെ പ്രസ്താവന ശരിയാണ്. എന്താ? ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളുണ്ട്, അതേപോലെ അജീവിയ ഘടകങ്ങളുണ്ട്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. ജീവികളും അവരുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം അല്ല ആവാസ വ്യവസ്ഥ. ശരിക്കുള്ള ആ ബന്ധത്തിനാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തെറ്റാണത്. 3ാമത്തെ ശരിയാണ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. 4ാമത്തെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഭക്ഷ്യശൃംഖലയിൽ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയായിരിക്കും. അത് തെറ്റാണ്. എപ്പോഴും എന്തായിരിക്കും? സസ്യഭോജിയായിരിക്കും. സസ്യഭോജിയല്ല, എപ്പോഴും സസ്യങ്ങളായിരിക്കും. ഓക്കെ, അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും സസ്യങ്ങൾ. അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ 1, 3 ആണ് ഇതിൽ ശരി. ഓപ്ഷൻ C ആണ്. അടുത്തത് COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അതേതാണ്? ചൈനയാണ്. ചൈനയിലെ വുഹാനിലാണ് കോവിഡ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. 18 ലെൻസുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ്സാണ്? അതേതാ? ഫിൻഡ് ഗ്ലാസ്. ഓക്കെ, ഫിൻഡ് ഗ്ലാസ് ആണ് ലെൻസുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ഫൈൻ എന്നോർത്ത്, നമ്മൾ നോർമലി ഒരു ഗ്ലാസ് ആരെങ്കിലും ഗ്ലാസ് വെച്ചാൽ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ നമ്മൾ ഫൈൻ എന്ന് പറയില്ല. അങ്ങനെ ഫിൻഡ് എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ദ ട്രാവലേഴ്സ് വേർ
ഫെയിൻറ്റ് കേട്ടോ. ഫെയിൻറ്റ് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ മീനിങ്? ഫെയിൻറ്റ് എന്ന് വെച്ചാൽ വീക്കാണ്, വീക്ക്, ടയേർഡ് ആയിരിക്കുന്ന, ഫ്രം ഹങ്ങർ, അതായത് വിശപ്പ് കൊണ്ട് ടയേർഡായിരുന്നു എന്നുള്ളതാണ്. തന്നിട്ടുള്ള ഗ്ലോസറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത കറണ്ട് അഫയർ. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ്. ഓക്കെ, അത് നമുക്ക് അറബി പേരാണ് എന്ത്, താജ് എന്നൊക്കെ ഉള്ളത്. ആ അങ്ങനെ രീതിയിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. താജ് ഹോട്ടൽ എന്നൊക്കെ കേൾക്കാമല്ലോ, ഒരു അറബി ടച്ച് വരുന്നതുകൊണ്ട്. അങ്ങനെ അറബിക്കടലിലാണെന്നുള്ളത് അങ്ങനെ കിട്ടും. ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് കുലശേഖരപട്ടണമാണ്, തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണം. അടുത്തത് 2023 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഗോവ. ഫിഫ ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 102 ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ മാറുമ്പോൾ മാറി പഠിക്കണേ. 47ാമത് വയലാർ പുരസ്കാരം 2023 കിട്ടിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം, ബുക്ക് കേട്ടോ, ഓർത്തോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 54ാമത് ടൈഗർ റിസർവ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ വന്നത്. അടുത്ത വരുമ്പോൾ നിങ്ങളത് മാറ്റി പഠിക്കണം. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓപ്ഷൻ എ ആണ്. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി വേദി നടന്നത് ബ്രിട്ടനിലാണ്. ബ്രിട്ടൻ കേട്ടോ. എ വെരി ലാർജ് റോക്ക് കേട്ടോ. അതിൻ്റെ വൺ വേർഡാണ് ഇത്, ബോൾഡർ എന്നുള്ളത്. ഓപ്ഷൻ എ ആണ്. ചാരു മലയാളത്തിൽ നിന്ന് ഉള്ളതാണ്. ചാരു എന്നതിൻ്റെ അതേ മീനിങ് വരുന്നതാണ് ഏത്? സുന്ദരൻ. ചാരു എന്ന് വെച്ചാൽ സുന്ദരൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണുള്ളത്. നമുക്കിനി അടുത്ത ഡേ 11 വരിക. ഡേ 11ൻ്റെ ടോപ്പിക്ക് ഞാനിടും, ഗ്രൂപ്പിലിടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ട് വരിക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാം അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം നടത്തും. ഓക്കെ ബൈ.